ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വെള്ളിയാഴ്ച കൂടി വരികയാണ്. കുറേ അധികം സിനിമകൾ കൂടി തിയേറ്ററിലേക്ക് വരികയാണ്. മലയാളത്തിലടക്കം സിനിമകൾ റിലീസാവുന്നുണ്ട്. എല്ലാ സിനിമകളും റിലീസ് ഡേറ്റിൽ തന്നെ പോയി കാണുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ചില സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വരും. എന്തായാലും മലയാള സിനിമ കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു തോക്കും കൂടി വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. 3 ഉണ്ട്, ഇതിൻ്റെ അകത്ത് ബാലൻസ് ഇനിയുണ്ട്. അതുപോലെ വേറെ ബാക്കപ്പ് ഒരു 5-6 ഉണ്ടേയും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ എനിക്ക് പ്രതീക്ഷ തോന്നിയിട്ടുള്ള സിനിമകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കാണാൻ ആഗ്രഹം കുറച്ചെങ്കിലും എന്നിൽ ജനിപ്പിച്ചിട്ടുള്ള സിനിമകളെക്കുറിച്ച്. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ച റിലീസാവുന്ന എല്ലാ ഭാഷകളിലും എല്ലാ പ്രദേശങ്ങളിലും റിലീസാവുന്ന സിനിമകളുടെ ഒക്കത്തിൻ്റെയും ട്രെയിലർ കുത്തിയിരുന്ന് കണ്ടു. അതിനെനിക്കൊരു അവാർഡ് തരണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കാരണം മറാഠിയിലും ഗുജറാത്തിലും പല ഭാഷയിലൊക്കെ ആയിട്ട് കുറേ സിനിമകൾ വരുന്നുണ്ട്. ചിലതൊക്കെ നമുക്കൊരു ഷോർട്ട് ഫിലിമിനോടൊപ്പം പോലും വെക്കാൻ പറ്റാത്ത അത്രയും അസഹനീയവും, ചിലതൊക്കെ വൻ കോമഡിയൊക്കെയാണ്. ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന് കണ്ടു തീർത്ത 1.5 മിനിറ്റ് 2 മിനിറ്റ് ട്രെയിലർ വരെയുണ്ട്. 2x ഇട്ടിട്ടും തീരുന്നില്ലല്ലോ എന്ന് തോന്നിയ ട്രെയിലറുകളുണ്ട്. അങ്ങനെ കുറേ ട്രെയിലറുകൾ കണ്ടു. എന്തായാലും അക്കൂട്ടത്തിൽ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ ഒരല്പമെങ്കിലും പ്രതീക്ഷ ഫീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷ ഫീൽ ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും അധികം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ 96 എന്ന വിജയ് സേതുപതി തൃഷ ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുള്ള സി പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ മെയ്യഴകൻ എന്ന സിനിമയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യയും ജ്യോതികയും ചേർന്നിട്ടാണ്. അവരുടെ അനിയനായിട്ടുള്ള കാർത്തിയും അതുപോലെ അരവിന്ദ് സ്വാമിയും പ്രധാന കഥാപാത്രങ്ങളായി ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് ഒരു വലിയ അട്രാക്ഷൻ തന്നെയാണ്. ആൻഡ് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റായിപ്പോയി. അതായത് നല്ല രസമുള്ളൊരു സിനിമ തിയേറ്ററിൽ ആസ്വദിച്ചിരുന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ച് പറിച്ചെടുത്തുകൊണ്ട് വരിക എന്ന് പറയില്ലേ, ആ രീതിയിൽ നമ്മൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടെ ഞാനത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതിൻ്റെ ട്രെയിലർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സിനിമ ദേവര എന്ന സിനിമയാണ്. തെലുങ്ക് സിനിമയാണ്, പക്ഷേ അത് മലയാളത്തിലും ഡബ് ചെയ്ത് റിലീസ് ആവുന്നുണ്ട്. ഞാൻ രാവിലെ 6:30 മണിക്കുള്ള തെലുങ്ക് ഷോയാണ് കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് സബ് ടൈറ്റിലൊക്കെ ഉണ്ട്. എനിക്ക് തെലുങ്കിൽ തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുക. ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ, പിന്നെ മലയാളികളടക്കം നിരവധി അഭിനേതാക്കൾ അണിനിരക്കുന്ന ഒരു സിനിമയാണിത്. ട്രെയിലറിൽ അവർ തിയേറ്റർ റിലീസിനോടനുബന്ധിച്ച് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ അസ്ഥികൂടങ്ങൾ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ പൈററ്റ്സ് ഓഫ് ദ കരീബിയനിൽ നിന്ന് മാന്തിയതാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരുപാട് രംഗങ്ങൾ, മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റായാലും ഇതൊരു വൻ സംഭവമായിരിക്കും. ഒരു ബെഞ്ച് മാർക്ക് പോലെ ഹിറ്റാവേണ്ട സിനിമയായിരിക്കും. അതല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നെങ്കിൽ ദി ബെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റീലോഡ് റോസ്റ്റിനും അപ്പുബൻ ആൻഡ് ദ ബോയ്സിനും കോണ്ടൻറ്റായി മാറാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഒരു മാസ് മസാല എൻ്റർടൈനർ സിനിമ വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ദേവര. മൂന്നാമത്തെ സിനിമ ഇതൊരു മലയാള സിനിമയാണ്. ആദ്യമേ പറയാം, ഇതിൻ്റെ ട്രെയിലർ എന്നെ ഇംപ്രസ് ചെയ്തിട്ടില്ല. ട്രെയിലർ കട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ തോന്നുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി അധികം വന്നിട്ടില്ലാത്ത ഒരു ജോണറിലാണ് ഈ സിനിമ വരുന്നത്. ചിത്തിനി എന്നാണ് സിനിമയുടെ പേര്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. അദ്ദേഹത്തിന് തന്നെ കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വന്ന മോക്ഷ നായികയായിട്ട് അഭിനയിക്കുന്നു. വിനയ് ഫോർട്ടും അമിത് ചക്കാലക്കലും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരു കാട്, നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ, യക്ഷി എന്നൊക്കെ പറയുന്നത് പോലത്തെ, അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. കുറച്ച് നാളുകളായി നമ്മൾ ആ ഒരു പാറ്റേണിലുള്ള സിനിമ മലയാളത്തിൽ വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, പക്ഷേ എണ്ണത്തിൽ വളരെ കുറവാണ്. എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി ഞാൻ കാണും. ഇതെങ്ങനെയുണ്ട് സിനിമ എന്ന് നമുക്ക് തിയേറ്ററിൽ പോയി അറിയാം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് അയ്യോ ഇതിന് പോകണോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഡൗട്ടല്ല ഉണ്ടാക്കുന്നത്. ട്രെയിലർ ഇംപ്രസീവ് അല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിനിമയെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പ്ലാൻ ചെയ്യുന്നൊരു സിനിമയാണ് ചിത്തിനി. നാലാമത്തെ സിനിമ കപ്പ് എന്ന സിനിമയാണ്. ബേസിൽ, മാത്യു, അനിക, നമിത തുടങ്ങിയ ഒരു വലിയ താരനിരയുമായിട്ട് വരുന്ന സിനിമയാണിത്. സ്പോർട്സ് റിലേറ്റഡ് ഒരു സിനിമ. ഒരാളുടെ സ്വപ്നം, അതിനുവേണ്ടിയുള്ള പോരാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ബാഡ്മിൻ്റൺ ആണ് അവർ മെയിൻ സ്പോട്ടാക്കി വെച്ചിട്ടുള്ളതെന്നാണ് ട്രെയിലറൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയും ചിത്തിനിയെക്കുറിച്ച് പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലുണ്ടല്ലോ, തിയേറ്ററിലേക്ക് വന്ന ഇത് എത്രയും പെട്ടെന്ന് കാണണം എന്ന് പറയുന്ന ആ ഒരു അർജ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതൊരു ട്രെയിലർ കട്ടിൻ്റെ വലിയൊരു സംഭവമാട്ടോ. അത് മാത്രമല്ല, സിനിമയിലും ഇപ്പോൾ ട്രെയിലർ കട്ട് ചെയ്യാനിരിക്കുന്ന ആൾക്കും അതുപോലത്തെ കട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണല്ലോ പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ട്രെയിലർ വളരെ ഇമ്പ്രസീവ് ആക്കി ഒരുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ
കപ്പിൻ്റെ ട്രെയിലർ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ സിനിമ ഈ പറയുന്ന ഒരു ഇമോഷണൽ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഫൺ എലമെൻറ്റുകൾ ചെറുപ്പക്കാരുടെ അവരുടേതായിട്ടുള്ള പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രസമായിട്ട് അത്യാവശ്യം ഇൻസ്പയറിംഗ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സിനിമ എന്നുള്ള രീതിയിലാണ് കപ്പിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. 5ാമത്തെ സിനിമ ഗുമസ്തൻ എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയിൽ ആരാണ് ഗുമസ്തൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് പോലീസുകാരെ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. പിന്നെ ഒരു വലിയ വീടിൻ്റെ ഓണറായിട്ടിരിക്കുന്ന ഒരാളുണ്ട്, വളരെ ക്രൂരനായിട്ടുള്ള, കണ്ടാൽ തന്നെ ഒരു വില്ലൻ ടെറർ ലുക്കുള്ള അങ്ങനത്തെ ഒരാൾ, വായെടുത്താൽ തെറിയൊക്കെ പറയാൻ ഒരു മടിയില്ലാത്തൊരു ക്യാരക്ടർ. പുള്ളി എന്തോ ഒരു ക്രൈം ചെയ്തു എന്നുള്ളൊരു ഫീലാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ക്രൈം എന്താണ് എന്നുള്ളത് പോലീസുകാർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ആ ഒരു രീതിയിലൊക്കെയാണ് സിനിമ പോകുന്നത്. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു അന്വേഷണ കഥയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും പിന്നെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു കഥ പറച്ചിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈലൻറ്റ് വിന്നർ. ഈ കപ്പ് എന്ന് പറയുന്ന സിനിമയുടെയും ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു സൈലൻറ്റ് ഹിറ്റിനുള്ള സാധ്യത ഇല്ലാതില്ല എന്ന് തോന്നി. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ. ദിലീഷ് പോത്തനുണ്ട്, ബിബിൻ ജോർജ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളിൽ കണ്ടിട്ടുള്ള ജെയ്സ് ജോസ് ഒരു പ്രധാന കഥാപാത്രത്തെ, പുള്ളിയാണ് ഈ പറയുന്ന ടെറർ വില്ലൻ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെയും കരിയറിലൊരു വഴിത്തിരിവാവട്ടെ എന്ന് ആശംസിക്കാം. എൻ്റെ 6ാമത്തെ സിനിമ പെട്ടർ ആപ്പ് എന്ന് പറയുന്ന സിനിമയാണ്. ഇതിനകത്ത് നായക കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് പ്രഭുദേവയാണ്. അപ്പോൾ ഇതൊരു തമിഴ് സിനിമ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കാണുക. പക്ഷേ അഭിനേതാക്കളെ നോക്കുമ്പോൾ ഒരുപാട് മലയാളം ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഡബ് ചെയ്ത് ഇറക്കാൻ പറ്റും എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണോ എന്നെനിക്ക് തോന്നി. പക്ഷേ മലയാളത്തിൽ ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ ഞാൻ ഈ നോക്കുന്ന സമയം വരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. തമിഴിലാണ് ഇതിൻ്റെ റിലീസ് വരുന്നത്. മലയാളത്തിലെ ചെറുതും വലുതുമായ ഒരുപാട് അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. ഡാൻസും സിനിമാ മോഹവും പിന്നെ കുറച്ച് ഫൈറ്റ് പരിപാടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. തേര്, ജിബൂട്ടി തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള SJ സിനു ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. തേരും ജിബൂട്ടിയും മോശമല്ലാത്ത ഒരു ഇംപ്രഷൻ എന്നിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. തീർച്ചയായും ഈ സിനിമയും ഈ പ്രഭുദേവയെ പോലെ ഒരാളുടെ ഡേറ്റൊക്കെ കിട്ടുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മുടെ മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിന് മൾട്ടി ലിംഗ്വലായിട്ടൊക്കെ ഒരു പക്ഷേ ഇറക്കാൻ, എനിക്ക് തോന്നുന്നത് ആ ഉദ്ദേശത്തിൽ ചെയ്തതായിരിക്കും എന്നാണ്. അല്ലെങ്കിൽ അത്രയും മലയാള അഭിനേതാക്കൾ ഒരു സിനിമയിൽ വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ഡബ് ചെയ്ത് മലയാളത്തിൽ ഇറക്കാൻ തോന്നുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കിട്ടുമ്പോൾ ഒരു സംവിധായകൻ അതിനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും എനിക്കുണ്ട്. ഇത് കൂടാതെ അനവധി സിനിമകളുടെ ട്രെയിലറുകളും ടീസറുകളും ഒക്കെ കിടപ്പുണ്ട്. ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ച റിലീസാവുന്നതായിട്ട്. അനദർ വീക്ക് അനദർ വിജയ് ആൻ്റണി മൂവി എന്ന് പറയുന്ന പോലെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ കുറേ സിനിമകളുണ്ട്. പിന്നെ ഒരു ബംഗാളി സിനിമയുടെ ട്രെയിലർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ VFXും ഫോട്ടോഷോപ്പും മരിച്ചു എന്നെനിക്ക് പറയാൻ തോന്നിയത്. അങ്ങനെ കുറേ രസകരമായ കുറേ ട്രെയിലറുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ അങ്ങനെ കാണുകയാണെങ്കിൽ, ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കുന്നില്ല. കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എന്നിങ്ങനെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ലിങ്ക് തന്ന് നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ ഏറ്റവും അധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അതറിയാൻ വേണ്ടി ഞാനും വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. സോ ഈ വീക്കും നമ്മൾ ഫുള്ളി ലോഡഡായി കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.